ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു സെഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിന് ഞങ്ങളിട്ടേക്കുന്ന പേര് ഈറ്റ് ദ റിച്ച് എന്നാണ്. അതിൽ തന്നെ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിനെ പറ്റിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. എ ടു സെഡ് ക്രിപ്റ്റോ കറൻസി എന്താണെന്നും ഏതാണെന്നും എല്ലാം കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, എന്താണ് ട്രേഡിംഗ് എന്നോ എന്താണോ ഇൻവെസ്റ്റിംഗ് എന്നോ അറിയത്തില്ല, ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും കംപ്ലീറ്റ്ലി ഈ ഒരു സീരീസ് കണ്ടുകൊണ്ട് ഡെയിലി ഒരു വരുമാനം കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ മാസം ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. അത്രയധികം സിംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും കഴിയുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ക്രിപ്റ്റോ കറൻസി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത് ബിറ്റ് കോയിൻ എന്ന ഈ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇൻഡെപ്തായിട്ട് തന്നെ എന്താണ് ബിറ്റ് കോയിൻ എന്നും എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നും വരുന്ന സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരും എന്തുകൊണ്ടാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗ്രോത്ത് ഫേസിലൂടെയാണ് ഈ ഒരു മേഖല കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ബിറ്റ് കോയിനെ പറ്റി. ഏറ്റവും ആദ്യം വന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് കോയിൻ വന്നതിന് ശേഷം ഒരു 2013 ടൈം നമുക്കൊന്ന് എടുക്കാം. 2013 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബിറ്റ് കോയിൻ വെറും 10,000 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 10,000 രൂപയായിരുന്നു 2013 ബിറ്റ് കോയിൻ്റെ വില. എന്നാൽ ഇന്ന് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഒരു ബിറ്റ് കോയിൻ്റെ വില വരുന്നത്. സോ അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഫേസിലൂടെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി കടന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയെ പറ്റി പഠിക്കണം, അറിയണം, ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. ഏറ്റവും വലിയൊരു ഗ്രോത്ത് ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ അതിലൂടെ ഒരു വെൽത്ത് ക്രിയേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും ഇതുവരെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം എന്താണ് ക്രിപ്റ്റോ എന്നും എങ്ങനെയാണ് ഈ ഒരു ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഏതാണ് നല്ല ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഫ്രം ദി സ്ക്രാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും അതിലൂടെ വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. സോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു സീരീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബിഗിനറിനെയാണ്. ആദ്യം തന്നെ ബിഗിനർ ലെവലിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ഒന്നും അറിയാത്ത ഒരാളാണ്, എന്താണ് ട്രേഡിംഗ് എന്നോ എന്താണ് ഇൻവെസ്റ്റിംഗ് എന്നോ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നോ ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും ഈ സീരീസ് കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്യുന്നതിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുകയും അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചേരുകയും വേണം. അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഒരു സീരീസ് കൊണ്ടുള്ള ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ ലെവലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് അതുപോലെ തന്നെ അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്ന രീതിയിലാണ് കംപ്ലീറ്റ്ലി ഒരു കോഴ്സ് തന്നെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ സമയമാണോ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ എൻട്രി ചെയ്യാനായിട്ട്? ശരിയായ ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. അതിന് കാരണം വേറൊന്നുമല്ല, 2000 കാലഘട്ടമൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IT വലിയ രീതിയിൽ ബൂം ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വലിയൊരു ബൂം ആ ഒരു സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻ്റർനെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ IT ബൂമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒട്ടുമിക്ക ആൾക്കാരും നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു ഗ്രോത്ത് ഫേസിലൂടെയാണ് ഇന്ന് നമ്മുടെ ക്രിപ്റ്റോ കറൻസി എന്ന ഈ ഒരു മേഖല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതായത് 1 രൂപ പോലും മേടിക്കാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി ഞാൻ ചെയ്തു പോകുന്നത്. കൂടാതെ ഏറ്റവും എടുത്ത് പറയുവാണെങ്കിൽ ചിലർ ചിന്തിക്കുക ഫ്രീ ആയതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയല്ല, എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ കംപ്ലീറ്റ് കോഴ്സും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് 1.5 മാസത്തോളം എടുത്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ഞാൻ സ്ട്രക്ചർ ചെയ്തത്. അതായത് ഒരു ബിഗിനർക്ക് പോലും മനസ്സിലാകുന്ന ലെവലിലേക്ക് അത് മാറ്റിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അധികം വിശ്വാസത്തോടു കൂടി തന്നെ പറയാനായിട്ട് സാധിക്കും, കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് തന്നെ പറയാനായിട്ട് സാധിക്കും. സാധാരണ ഒരാൾ വന്നാൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും.
ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ. അതാണ് ഞാൻ പറഞ്ഞത്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ഒരു സീരീസ് ഡിഫറൻ്റ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെക്കൊണ്ട് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രത്തോളം സിംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ടാണ് ആർക്ക് വേണോ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും പ്രാക്ടിക്കൽ മാർക്കറ്റിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നതാണ്. ജസ്റ്റ് ഒരു തിയറട്ടിക്കൽ നോളജ് മാത്രമല്ല ഈ ഒരു സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പഠിക്കുന്ന തിയറട്ടിക്കൽ നോളജ് എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിലൂടെ എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കവറപ്പ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് തിയറട്ടിക്കൽ നോളജിനുപരി റിയൽ മാർക്കറ്റിൽ എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ടും സാധിക്കുന്നതാണ് ഈ ഒരു സീരീസിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത്, നിങ്ങൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 ആകും, അല്ലെങ്കിൽ 1 ലക്ഷമാകും, 2 ലക്ഷമാകും, കോടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അങ്ങനെ കോടികളോ ലക്ഷങ്ങളോ ഉണ്ടാക്കുന്നതിലല്ല നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയെടുക്കാനാണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നിങ്ങൾക്ക് മന്ത്ലി ഉണ്ടാക്കി പോകാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതാത് ദിവസങ്ങളിൽ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അല്ലാതെ 500 രൂപ വെച്ച് കോടികൾ ഉണ്ടാക്കാൻ കഴിയുമെന്നോ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നോ ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ കുഴപ്പമില്ലാത്ത മന്ത്ലി നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ എനിക്ക് സാധിക്കും എന്ന് മാത്രം ഉറപ്പ് തന്നുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇനി പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അതാത് ദിവസങ്ങൾ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുക. ഇനി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ ഇവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ബിഗിനർ ഫ്രണ്ട്ലി ആണ്, അതായത് തുടക്കക്കാരന് പോലും കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ ഒരു ബേസിക് മുതലായിരിക്കും, എന്താണ് ട്രേഡിങ് കാര്യങ്ങളെല്ലാം ബേസിക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ കയറും. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. കൃത്യമായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുമോ ആ ലെവലിലായിരിക്കും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. എല്ലാം സിമ്പിളായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും വർക്കൗട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് നമ്മൾ പോകും. അതിനുശേഷം അഡ്വാൻസ് ലെവലിലുള്ള പല സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെ നമുക്ക് മന്ത്ലി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, ഒരു കൺസിസ്റ്റൻറ്റ് ഇൻകം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്ത് പോകേണ്ടത്, ട്രേഡിംഗ് സൈക്കോളജി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ് ലെവലിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് പഠിക്കുന്നുണ്ട്. ട്രേഡിംഗ് സൈക്കോളജിക്കലി വരുന്ന ഒരുപാട് പ്രോബ്ലത്തെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പഠിക്കുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യേണ്ട ഒരുപാട് സ്ട്രാറ്റജീസ്, റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. തുടക്കം മുതൽ ഓരോ വീഡിയോസായിട്ട് നിങ്ങൾ കണ്ടുപോവുക, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, നോട്ടിൽ എഴുതി പോയി ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഇത് ഞാൻ പഠിച്ചെടുത്തു, എനിക്ക് മനസ്സിലായി എന്നൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ അതാത് ദിവസങ്ങൾ പ്രാക്ടിക്കലി നമ്മൾ വർക്കൗട്ടും കൂടെ ചെയ്യണം എന്നൊരു ഒറ്റ കാര്യം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ജസ്റ്റ് തിയറിറ്റിക്കലി നിങ്ങൾ കിടന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വർക്കൗട്ട് ആകത്തില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും പഠിക്കാനും കഴിയില്ല. സോ അതുകൊണ്ടൊരു കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് മാറിയാൽ മാത്രമേ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആരാണെന്ന് ജസ്റ്റ് ഞാനിവിടെ ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് സൂര്യൻ എന്നാണ്. ലാസ്റ്റ് ഒരു 7 ഇയേഴ്സായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക്, ക്രിപ്റ്റോ, ഫോറക്സ് ആൻഡ് ഡെറിവേറ്റീവ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാൻ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനും മനസ്സിലാക്കി തരാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനും എനിക്ക് നല്ല രീതിയിൽ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഉറപ്പ് പറഞ്ഞില്ലേ, അതായത് മന്ത്ലി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി എന്നെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലുള്ളത്. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു സീരീസുമായിട്ട് മുന്നോട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനമായിട്ടും പറയുവാണെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇന്ന് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവർ ഒരു ഗാംബ്ലിംഗ് രീതിയിലാണ് മാർക്കറ്റിനെയോ അല്ലെങ്കിൽ ട്രേഡിങ്ങിനെയൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഗാംബ്ലിംഗ് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള അനാലിസിസിലൂടെ ട്രേഡ്സ് എടുത്താൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൻ്റെ പിന്നിലൊരു റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ തന്നെ എൻട്രി ആൻഡ് എക്സിറ്റ് ട്രേഡിംഗ് പ്ലാൻ നമുക്കുണ്ടായിരിക്കും. കൂടാതെ
നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റബിളി ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ബൈ ആൻഡ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗ്യാംബ്ലിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് പ്രോഫിറ്റ് കിട്ടിയാൽ കിട്ടി, പോയാൽ നമുക്ക് നഷ്ടം വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു ഗ്യാംബ്ലിംഗ് ലെവലിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് യങ്സ്റ്റേഴ്സിനെ കൊണ്ടെത്തിക്കുക എന്നതാണ് മെയിൻലി എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡെയിലി ഇൻകമോ അല്ലെങ്കിൽ ഒരു മന്ത്ലി ഇൻകമോ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുവാണെങ്കിൽ ഒരുപാട് എൻ്റർപ്രനേഴ്സ്, അതായത് നമ്മൾ ട്രേഡർപ്രനേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. അതായത് നിങ്ങൾക്ക് ഏത് ലെവലിലേക്ക് വേണമോ ട്രേഡിങ്ങിനെ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. അതായത് നമുക്ക് ചെറിയൊരു ബിസിനസ് ഇവിടെ ഒരു ചായക്കടയോ മറ്റെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ട്രേഡിങ്ങിൻ്റെ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ എമൗണ്ടിൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയെടുക്കാനും നമ്മുടെ ആ ഒരു ട്രേഡിംഗ് എന്ന ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും കഴിയും. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് എത്ര വേണോ ഇത് സ്കെയിലപ്പ് ചെയ്ത് പോകാനായിട്ട് കഴിയും. 1 ലക്ഷമോ 10 ലക്ഷമോ 1 കോടിയോ 2 കോടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടിലേക്ക് ഇത് സ്കെയിലപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുവാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് മറ്റൊരു ബിസിനസ്സിലും കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. സോ അത്രത്തോളം മന്ത്ലി നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള നോളജ് നമുക്കുണ്ടായിരിക്കണം. ആ നോളജ് എങ്ങനെയാണ്, നമ്മൾ തിയറട്ടിക്കൽ നോളജ് മാത്രമേ ഉണ്ടായാൽ പോരാ, പ്രാക്ടിക്കലി അത് എക്സ്പീരിയൻസും കൂടെ നമുക്കുണ്ടായിരിക്കണം. സോ അതാണ് ഞാൻ ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് തിയറട്ടിക്കലി നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ശരിക്കും നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്നതാണ് ഈ ഒരു സീരീസിൻ്റെ തന്നെ ഉദ്ദേശം. സോ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം തിയറട്ടിക്കലി മനസ്സിലാക്കും, പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യും, അതിലൂടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കും എന്നതാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു സീരീസിൻ്റെ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സീരീസുമായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ. പിന്നെ ഈ ട്രേഡിംഗ് കോഴ്സ് കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രേഡിംഗ് പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്കൊരു മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എന്തായാലും മൊബൈൽ ഫോണിലായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. അതുകൂടാതെ നമുക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കത്തുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം വരുന്നത് ഒരു നോട്ട്ബുക്കാണ്. അപ്പോൾ കയ്യിലൊരു ഫ്രഷ് നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക, കാര്യങ്ങളെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും ഓരോ കാര്യങ്ങളും നോട്ടിൽ എഴുതി പോകാനും വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു നോട്ട്ബുക്ക് തയ്യാറാക്കി വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് നോട്ട് എഴുതി പോയാൽ മാത്രമേ പിന്നെ ഒരു ഡൗട്ട് വന്നാൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നോട്ട് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പ്രസൻറ്റേഷനിൽ കാണിക്കുന്നത് പോലെ അത് കോപ്പി പേസ്റ്റായിട്ട് എഴുതുന്നതിലുപരി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോട്ട് എഴുതേണ്ടത് എന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിൽ നിന്ന് മനസ്സിലായത്. അത് മംഗ്ലീഷിലാണെങ്കിൽ മംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ലാംഗ്വേജ് ആണോ അതിൽ തന്നെ നിങ്ങൾ എഴുതി പോവുക. അല്ലാതെ കോപ്പി പേസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു നോട്ട് എഴുതുന്നത്. സോ ആ രീതിയിൽ തന്നെ നോട്ട് എഴുതി മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. പിന്നെ അടുത്ത് വരുന്നത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷനാണ്. ഓക്കെ, അതായത് വേറൊന്നും വേണ്ട, നിങ്ങളുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാൻ സാധിക്കും, വീഡിയോസ് കാണാനായിട്ട് സാധിക്കും, കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും, എല്ലാം വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഡേറ്റ യൂസ് ചെയ്യാം, മൊബൈൽ ഡേറ്റ തന്നെ മതിയാകും. വൈഫൈ കണക്ഷൻ എടുക്കണോ അങ്ങനെയൊന്നും ആവശ്യമില്ല. സാധാ നമ്മുടെ മൊബൈൽ ഡേറ്റ ഉണ്ടോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ട്രേഡിങ്ങിനകത്തുള്ള എല്ലാ ടൂൾസും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ്, അതായത് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം ഓരോ വീഡിയോസ് ചിലപ്പോൾ ചില വീഡിയോസ് 10, 15, 20 മിനിറ്റ് വന്നേക്കാം. അപ്പോൾ ആ ഒരു 20 മിനിറ്റ് കാര്യങ്ങൾ പതിയെ കണ്ട് സമാധാനത്തോടുകൂടി നോട്ട് എഴുതി എടുക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഒരു സീരീസ് തീരുന്നവരേ ഉള്ളൂ. ആ ഒരു കഷ്ടപ്പാട്, ആ ഒരു എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകുന്ന രീതിയിലുള്ള ഒരു സ്കില്ലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് എന്ന് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ അത്രത്തോളം എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ നോട്ട് എഴുതി എടുക്കുക. കൃത്യമായിട്ട് ഓരോ സെഷനും കാണുക. റിപ്പീറ്റഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് കാണുക. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ, കാര്യങ്ങളെ പഠിച്ച് നോക്കിക്കണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് വരുന്നത്, എന്തായാലും നമ്മൾ ഈ ഓരോ വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കുമ്പോഴും എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക.
അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. സോ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നോട്ട് എഴുതി പോകുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ തിയററ്റിക്കലി പഠിക്കുക മാത്രമല്ല, പ്രാക്ടിക്കലി മനസ്സിലാക്കുക മാത്രമല്ല, ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പോടുകൂടി കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു കാരണവശാലും മടി കാണിക്കരുത്. 2-3 വീഡിയോ കഴിഞ്ഞ് അയ്യോ ഇനി ഇതിരുന്ന് കാണണമല്ലോ, നോട്ട് എഴുതണമല്ലോ, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു കാര്യത്തിലും ലൈഫിൽ തന്നെ വിജയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം കുറച്ച് എഫേർട്ട് ഇട്ട് കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകാൻ കഴിയുന്ന ഒരു സ്കില്ലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് എന്നത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ അങ്ങനെ അത്രയധികം സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുകയും എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ ഒരു ഡൗട്ട് പോലും ക്ലിയർ ചെയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരിക്കലും പോകത്തില്ല എന്ന് മാത്രം എനിക്ക് ഉറപ്പ് തരാനായിട്ട് ഇവിടെ സാധിക്കും. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈമായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ടും ഹെൽപ്പും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ എല്ലാ വീഡിയോസിലും ലൈക്ക് ചെയ്യുക. കൂടാതെ എല്ലാവരും ഈ ഒരു സീരീസ് അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ റെഡി ഫോർ ദ സീരീസ് എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യങ്ങൾ അവരും പഠിക്കട്ടെ, വർക്കൗട്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഒന്നിച്ചിരുന്നുകൊണ്ട് തന്നെ കൊളാബ് ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ആ ഒരു ലെവലിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാനായിട്ടും സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. സോ കാര്യങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ നോട്ട്ബുക്കും അതുപോലെ തന്നെ ആ ഒരു മൈൻഡ് സെറ്റും ഒക്കെ റെഡിയാക്കി വെച്ചാൽ തന്നെ കുറച്ച് നാളത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ കാണത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നാളെ മുതൽ നമ്മളിനി കാര്യങ്ങൾ തിയററ്റിക്കലി പഠിക്കും, അതിനുശേഷം പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യും, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ആ ഒരു മോട്ടിവേഷനിൽ വേണം എനിക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട്. സോ ഈ ഒരു സെഷൻ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്